ടോംബ് പിന്നെ ജമാ മസ്ജിദ് കുറച്ച് ഷൂ ആകാം ഒരു ഷോപ്പിംഗ് കാര്യങ്ങൾ ഉണ്ട്. അയ്യോ ഉറക്കം വരണ്ടേ രാവിലെ തന്നെ. മോന്തണ്ട മനസ്സിലാവും ഉറക്കവും എനിക്കില്ലാണ്ട് രാവിലെ തന്നെ പിന്നെ പ്രത്യേകിച്ചൊന്നും കഴിക്കാത്താണ്ട് ഇവിടെ കയറിയിട്ട് ലൈറ്റ് ഒരു ബർഗറും അതേമാതിരി ചായയൊക്കെ പിന്നെ നേരെ ടോംബിക്കത്തേക്കാണ് ഗൈസ് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഓട്ടോ ഷെയർ ഓട്ടോ എടുത്ത് 40 രൂപ 50 രൂപ കാര്യം നടക്കും. നേരെ വരാം, ടിക്കറ്റ് എടുക്കുക, നടക്കുക, ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ സ്ഥലത്താണ് കുറച്ചും കൂടെ കഴിഞ്ഞ് പോവാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ കയറിയത് ടോമിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഒരു മോണ്യുമെൻ്റ് ആയിരുന്നു. ഏതാ വ്യൂ ഒക്കെ കാണാൻ വീട്ടിലും വ്യൂ ഓരോ സ്ഥലങ്ങളിൽ കാണാൻ എന്ത് ഭംഗിയാണ്. ഇതൊക്കെ ആർക്കിടെക്റ്റിൻ്റെ ഒരു കഴിവേ. ഇതൊക്കെ ഏതൊക്കെയോ വലിയ രാജാക്കന്മാരുടെ ഖബർസ്ഥാനാണ്. ഇതൊക്കെ ജസ്റ്റ് ഇവിടുത്തെ കണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ച് നേരെ മെയിൻ ടോപ്പിക്കാണ് ഞങ്ങൾ പോവാണ്. അങ്ങനെ കയറി കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒരു മാസ്റ്റർ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്ലാനും കാര്യങ്ങളൊക്കെ നോക്കിയെന്ന് ഉഷാറ്. ഫസ്റ്റ് തന്നെ പോയത് നമ്മൾ ഈ ഒരു മൂലയിലാണ്. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ഓരോ സ്ഥലങ്ങൾ ഇമ്മ തന്നെ ഇരുന്ന് നോക്കിയിരുന്ന് കാണാൻ വീട്ടിലും തന്നെ ഒന്നും പറയാനില്ല. ഈ ടോമിൻ്റെ അകത്ത് അതെ ഇതിലും ഏതൊക്കെ വലിയ രാജാക്കന്മാരുടെ ഓരോ റൂമിലും ഓരോ ഖബർസ്ഥാനങ്ങളാണ്. കയറി ജസ്റ്റ് കണ്ടൊക്കെ പോകും. അങ്ങനെ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വേഗം വിട്ടു. പിന്നെ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങി. ഗായ്സ്, ഇപ്പോൾ നമ്മൾ ചാന്ദിനി ചൗക്ക് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. ഇതാണ് കയറണതിൻ്റെ ഒരു ഫ്രണ്ട് എൻട്രി. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫോണൊക്കെ അടിച്ചായിട്ടാണ് അതിൻ്റെ വേഗം ഓഫ് ചെയ്ത് വെച്ചാൽ. ഹായ് ഗായ്സ്, സാധനങ്ങളൊക്കെ എല്ലാം മേടിച്ച് ബ്ലാങ്കറ്റ് ബാഗ് ഒരു 100 കൂട്ട സാധനങ്ങളുണ്ട് ഇതിനകത്ത്. ഉഷാറായിട്ടുണ്ട്, കളർന്ന് കഴിഞ്ഞ കഥ. റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കണം അല്ലേ? റൂമിൽ പോയിട്ട് ഹൈദരാബാദാ. അങ്ങനെ അവിടെ പോയപ്പോൾ ഞാൻ ഒരു വെറൈറ്റി സാധനം കണ്ടാണ്. ഗ്രോസറി ബാഗ്. ഏതാ അതിൻ്റെ ഡിസൈനൊക്കെ? ഒരു ചെറിയ ഇതില് ഇമ്മാതിരി ഇത്ര വലിയ ക്യാരി ചെയ്യാൻ പറ്റിയ ബാഗ്. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലാ ഒരു ഡിസൈനിലൊക്കെ പൂവിൻ്റെ ലുക്കും ആയി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഞാൻ ഒരു 3-4 അങ്ങനത്തെ മേടിക്കുകയും ചെയ്ത്. അതെങ്കിൽ ഇവിടുത്തെ റിക്ഷ കയറി. അതൊരു കിടിലൻ ഫീൽ തന്നെ. 10 റുപ്യ ഉള്ളൂ. ട്രിപ്പ് കഴിഞ്ഞാൽ ഡൽഹിയുടെ കറക്കൊക്കെ കഴിഞ്ഞു. ബാഗ് ഒക്കെ ലഗേജൊക്കെ ആയിട്ട് സെറ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റായി ടയർഡായി. നാട്ടിലേക്ക് പോകണേ. അപ്പോൾ ബൈ. ഹലോ ഗൈസ്, അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞ് തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് ഇപ്പോൾ. അയ്യോ പട്ടി, അയ്യോ കരി വാളിച്ചല്ലേ സാലിയെ. ഓ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഫൈനലി വി റീച്ച്ഡ് കേരള. നമ്മുടെ ഡ്രൈവർ സ്പൾബർ വന്നിട്ടുണ്ട്. ഉണ്ടാക്കാനും കൊണ്ടുവരാനും ഒക്കെ അജിനാസ് മാത്രം. ഉഷാറ് ചത്ത് പോയി കിടന്നുറങ്ങണം. അതെ അതെ, ബൈ ബൈ. അപ്പോ ടാറ്റ, ബൈ ബൈ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരും. ബൈ ബൈ.